ഇച്ചിരി വീട്ടിൽ കൊണ്ടുവന്ന് തരണം കേട്ടോ. ഞാൻ ആദ്യമേ ചോദിക്കുവാണേ. കൊഞ്ചിനെ തന്നെ എല്ലാരും പിടിക്കുന്ന കേട്ടോ. കൊഞ്ചുമാങ്ങിൽ കൊഞ്ചിനെ കഴിക്കാൻ അടിപൊളി. ചൂടുമുണ്ട്, എന്റെ കാലും പൊള്ളുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ സ്നേഹ. ഇന്ന് നമ്മൾ ചെട്ടികുളങ്ങരയുടെ മണ്ണിൽ ഒരു വീട്ടിലാണ് നിൽക്കുന്നത്. നമ്മുടെ ശ്യാമ ചേച്ചിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചെട്ടികുളങ്ങര കുംഭഭരണി ദിവസം ഇന്നിവിടെ ഒരു സ്പെഷ്യൽ വിഭവം തയ്യാറാക്കുക. എന്തുവാ അത്? കൊഞ്ചുമാങ്ങ. അത് കാരണം ഒരുപാട് ആളുകൾക്ക് കേട്ടറിവ് മാത്രമുള്ള, എന്നാൽ പുതിയ തലമുറയ്ക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പോലും അറിയില്ല. അപ്പം ഈ പഴയ കാലം തൊട്ട്, എനിക്കൊന്ന് അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ ചെറുപ്പകാലം തൊട്ട് കൈമാറി വന്ന ആ ഒരു രുചിക്കൂട്ട് പുതിയ തലമുറയ്ക്കൂടി നമ്മൾ ഈ ഓർഡിനറി എക്സ്പ്രസിലൂടെ കാണിച്ചു കൊടുക്കാൻ പോവാണ് അല്ലേ. അപ്പം നമ്മൾ ഗണപതി ഒരുക്കി ഇനിയിപ്പം അടുപ്പിൽ കല്ല് കൂട്ടി തീ കൊളുത്തി നമ്മൾ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു സങ്കല്പം കൂടി ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ കൊഞ്ചുമാങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ശ്യാമ ചേച്ചി നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ശ്യാമ ചേച്ചി നമുക്ക് തുടങ്ങാം. അപ്പോൾ ശ്യാമ ചേച്ചി, നമ്മൾ കൊഞ്ചുമാങ്ങ വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഈ കൊഞ്ചുമാങ്ങ വെക്കുന്നതിന് മുമ്പ് ഇതിൽ എന്തൊക്കെയാണ് ചേരുവകളും ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അറിയണം. അപ്പം കൊഞ്ച് നമ്മൾ വെക്കുമ്പോൾ സ്വന്തമായിട്ട് കൊഞ്ച് വേണം. ബാക്കി ഇനി എന്തൊക്കെയാ വേണ്ടേ? അപ്പം മാങ്ങ, മുരിങ്ങയ്ക്ക, കൊച്ചുള്ളി, പച്ചമുളക്, തേങ്ങ, പിന്നെ പൊടിവർഗ്ഗങ്ങൾ, പിന്നെ വെളിച്ചെണ്ണ. ഇത്രയാണ് വേണ്ടത്. അപ്പം നമ്മൾ ഇത്രയും വിഭവങ്ങളുമായിട്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ചതയ്ക്കും അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട്. അപ്പം നമുക്ക് തീ കൂട്ടാന്നാ. അപ്പം നമ്മൾ ഇത്രയും വിഭവങ്ങളുമായിട്ട് ഇനി നമ്മൾ ഉരുളി എടുത്ത് അങ്ങോട്ട് വെച്ച് തീ കൊളുത്തി ബാക്കി അങ്ങോട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോൾ നമ്മൾ അടുപ്പ് കൂട്ടി തീ ആയി. അപ്പോൾ ഇനിയിപ്പം നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് അങ്ങോട്ട് വെക്കണം. നമ്മൾ കഴുകി അല്ലേ ചേച്ചി? നമ്മൾ കഴുകി നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന കൊഞ്ചപ്പോൾ സ്വയമായിട്ട് മണ്ണൊക്കെ കാണും. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വറുത്തിട്ടാണ് പിന്നെ തല ഇതെല്ലാം കളഞ്ഞിട്ടാണ് പിന്നെ കഴുകുന്നത്. നമ്മുടെ അമ്മ അപ്പുറത്തെ ഒരു സൈഡിൽ നിൽപ്പുണ്ട്, നമുക്ക് എല്ലാ ഇതും പറഞ്ഞു തരാം. അപ്പോൾ വറുത്തു കഴുകി വറുത്തതിന് ശേഷമാണ് നമ്മൾ ഈ കൊഞ്ച് കഴുകുന്നത്. മണ്ണുള്ളത് കാരണമാണ് കഴുകുന്നത്. അതിനുശേഷം നമ്മൾ പകുതി കൊഞ്ച് ഒന്നൊന്ന് ചതച്ചെടുത്തു. മൊത്തം അങ്ങ് ചതയണ്ട, അതായത് കാണുമ്പോൾ അറിയാമല്ലോ ഈ ഒരു പരുവത്തിന് ചതച്ചെടുക്കാം. അത് കൊഞ്ചിന്റെ കാര്യം ഓക്കെ. പിന്നെ ഇനി നമ്മൾ അടുത്തത് തേങ്ങ. തേങ്ങയില് മഞ്ഞപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കും. ഈ ഒരു പരുവത്തിൽ ചതച്ചു. പിന്നെ ബാക്കി നമ്മൾ കൊച്ചുള്ളി കൊച്ചുള്ളി കരി ചതച്ചെടുക്കുക. പിന്നെ കറിവേപ്പില അത് നമുക്ക് ഇടാം. ഓക്കെ. മാങ്ങ ഉണ്ട്, അതാണല്ലോ കൊഞ്ചു മാങ്ങ. ഇത് എന്ത് മാങ്ങയാണ് നമ്മൾ എടുത്തേക്കുന്നത്? കിളിച്ചുണ്ട മാങ്ങയാണ് നമ്മൾ എടുത്തേക്കുന്നത്. മാങ്ങ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത്. പിന്നെ നമ്മുടെ മുരിങ്ങയ്ക്ക, പിന്നെ പച്ചമുളക്,
ഇത്രയായി. ബാക്കി ഇനി ഉരുളി വെക്കുക. അതിപ്പോ അടുത്ത മിക്സ് ചെയ്തിട്ടാ വെക്കുന്നത്. ആദ്യം നമുക്ക് കൊഞ്ചിടാം. കൊഞ്ച്, തേങ്ങ, നമ്മൾ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ വെച്ച് ചതച്ചെടുത്ത തേങ്ങ രണ്ടാമത് ഇട്ടു. ഇപ്പൊ നമ്മൾ എത്ര കിലോ കൊഞ്ച് നമ്മൾ എടുത്തേക്കുന്നത്? 1 കിലോ. അപ്പൊ അതിനനുസരിച്ച് ബാക്കിയുള്ള കൂട്ടുകളല്ല. കൊച്ചുള്ളിയാ ചേർക്കേണ്ട പ്രധാനം. കൊച്ചുള്ളിയാണ് ടേസ്റ്റ്. ചെറിയ ഇതില്ലെങ്കിൽ സവോള ആരും ഉപയോഗിക്കാറില്ല. അങ്ങനെ അല്ലാതെ നമ്മളിപ്പോ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുമല്ലോ, അത് കാരണം കൊച്ചുള്ളി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങയും പച്ചമുളകും നമ്മുടെ മുരിങ്ങയ്ക്കയും കൂടെ ചേർക്കും. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കണം. ചേരുവകളെല്ലാം ചേർത്ത് പിടിപ്പിക്കുക. ആയിക്കോട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഇതേ പുറയിൽ ഒരാൾ ഇങ്ങനെ ഇന്ന് നമ്മുടെ ചേട്ടനാണ് കേട്ടോ. അപ്പൊ ചേട്ടന്റെ കുറെ വിശേഷങ്ങളുണ്ട്. നമുക്കിത് വെച്ചിട്ട് ചേട്ടനെ കാണിക്കാം അല്ലേ വീഡിയോയിൽ. അപ്പൊ അതെല്ലാം കൂടെ, അതായത് നമ്മുടെ ആ ചേരുവ എല്ലാം കൂടെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് തന്നെ ഇളക്കുന്ന കുറച്ചുകൂടി നല്ലത്. തവി വെച്ച് ഇളക്കാം, പക്ഷെ നമ്മള് കൈ കൊണ്ട് തന്നെ ചെയ്യുന്നത്. ഈ ഇളക്കുന്ന ഒരാള് ഒരു സ്പെഷ്യൽ ആള് തന്നെയാണ്. ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ഒപ്പം തന്നെ നമ്മുടെ 2024 കുത്തിയോട്ടവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ഏറ്റവും പ്രായം കൂടിയ കുത്തിയോട്ട ചൂട് വെച്ച ആളാണല്ലേ? ആദ്യമായിട്ടാ. അപ്പൊ ആദ്യമായിട്ട് കുത്തിയോട്ടം ചൂട് വെച്ച ചേട്ടനുണ്ട് കൂടെ. ചേട്ടാ പേരെങ്ങനെയാ? അനുചേട്ടൻ. ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അപ്പൊ എവിടെ നിന്നായിരുന്നു നമ്മള് ഈ ചൂടുമായി ബന്ധപ്പെട്ട് ഏത് കുത്തിയോട്ടത്തിലായിരുന്നു? കുത്തിയോട്ട കലാക്ഷേത്രം എന്നുള്ള വിജയരാഘ ഗ്രൂപ്പ് ഏറ്റവും പ്രശസ്തനായ ഒരാളാണ്. അതെ. അപ്പൊ നമ്മള് ഇത് കുറെ ഇളക്കി മാക്സിമം നമ്മൾ എല്ലാ ചേരുവയും ചേർത്ത് കൊഞ്ചിലേക്ക് ചേരാൻ വേണ്ടിട്ട് ചേർത്തു. ഇനിയിപ്പോ വെള്ളം ഒഴിക്കണം കുറച്ച് ആവശ്യത്തിന്, ഒരു വേവ് കിട്ടാൻ വേണ്ടി. അത് നമ്മൾ ഈ മിക്സി ചതച്ചതിന്റെ ആ ഒരു വെള്ളം തന്നെ ഉപയോഗിച്ചത്. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്ക് എന്തോരം വെള്ളം വേണമെന്നൊക്കെ ഈ സമയത്താണ് നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ഞുമാങ്ങ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു നാവിലിങ്ങനെ, അത് എപ്പോഴും നമ്മളെ വീടുകളിൽ ഉണ്ടാക്കുന്നത് ഇല്ല. നമ്മുടെ ഈ ഓണാട്ടുകാർക്ക് പ്രത്യേകിച്ച് ചെട്ടികുളങ്ങര ഭാഗത്ത് എനിക്ക് ഓണത്തിനെക്കാട്ടി ഭയങ്കര ഒരു ചടങ്ങ് കുത്തി നമ്മുടെ കുംഭഭരണി ആ സമയത്ത് എല്ലാ വീടുകളിലും ഉള്ള വിഭവമാണ്. എല്ലാ വീടുകളിലും. അതെ. കഴിക്കുക അന്നത്തെ ദിവസം കഴിക്കാതെ പ്രത്യേക ഒരു ഭാഗ്യം തന്നെ. ഇനി നമ്മൾ നേരെ അടുക്കളോട്ട് വെക്കുക എന്നുള്ളതാ അല്ലെ പനിച്ചേട്ടാ? രണ്ടുപേരെ ഇത് പിടിച്ച് അടുപ്പത്തോട്ട് വെച്ചോ. നമ്മളിത് അടുപ്പത്ത് വെച്ചപ്പോഴാണ് അനുചേട്ടാ ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മളെ ഈ കൊഞ്ചുമാങ്ങയുടെ പിന്നിൽ എന്തോ ഒരു കഥയുണ്ട് അല്ലേ? കാരണം ഇതുപോലൊരു അടുപ്പത്ത് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് കുത്തിയോട്ടം വരികയും അത് കാണാൻ പോകാൻ ഒരു അമ്മ ആഗ്രഹിക്കുകയും ചെയ്തൊരു കഥയുണ്ട്. അത് എങ്ങനെയാ, അതൊന്ന് പറയുമോ? അത് ഒരു അമ്മ കുത്തിയോട്ടം വരുന്ന വഴിക്ക് ഇത് കാണാനായിട്ട് ഓടിപ്പോവായിരുന്നു. അപ്പോൾ അടുപ്പിൽ കൊഞ്ചുമാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി അത് മറന്ന് കുത്തിയോട്ടം കാണാനായിട്ട് ഓടിയാണ്. കുത്തിയോട്ടം എല്ലാം പോയി കഴിഞ്ഞപ്പോഴാണ് ഈ കുഞ്ചും മാങ്ങായും അടുപ്പത്തിരിക്കുന്ന കാര്യം ഓർത്ത്. ദൈവന്റെ തമ്പുരാട്ടിയമ്മ കൊഞ്ചും മാങ്ങായി ഇപ്പൊ പോയി കാണുമല്ലോ നേരിച്ചിരുന്നു. അടുപ്പം നെട്ട് താത്തു വെച്ച രീതിയിലാണ് അതിന്റെ അവസ്ഥ. അതൊരു വിശ്വാസം, അമ്മ ചെയ്തതായിട്ട് കണക്ക് കൂട്ടുന്നു. ആ ഒരു വിശ്വാസത്തിൽ എല്ലാ വീടുകളിലും ഇന്നത്തെ ദിവസം കൊഞ്ചും മാങ്ങായി. അപ്പൊ ശരി, നമ്മളും ഇവിടെ വെച്ചപ്പോഴും ഒക്കെ അമ്മയെ വിളിക്കുന്നൊരു അല്ലേ? ഇത് മൂടി വിശ്വാസമല്ല, ഇവിടെ ഉണ്ട്. ഓരോ വീടുകളിൽ ഇന്നത്തെ ദിവസം വരും തീർച്ചയായിട്ടും. ഇവിടെ അമ്മയുടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അല്ലാതെ ഇത് കൊഞ്ചുമാങ്ങായും നമ്മൾ വീട്ടിൽ വെക്കത്തില്ലേ, അന്നേരം ഇത്രയും ഒരു ടേസ്റ്റോ കാര്യങ്ങളോ ഉണ്ടാവത്തില്ല. ഇന്ന് വെക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. തീർച്ചയായും നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോഴും നമ്മൾ കുംഭഭരണി നാളിലാണ് ഇവിടെ വെക്കുന്നത്. ചേട്ടാ അപ്പം കുത്തിയോട്ട ചുവട് വെച്ചിട്ട് വരുവാണ്. അപ്പോൾ ഒരു വല്ലാത്തൊരു ആഗ്രഹമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. കുഞ്ഞുനാളിലൊക്കെയാണ് സാധാരണ എല്ലാവരും ചൂട് വെക്കുന്നത്. ചേട്ടൻ്റെ ഒരു അനുഭവം എന്താ? എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതിലോട്ട് ഒരുപാട് ആഗ്രഹമുണ്ട് ചുവട് വെക്കാനായിട്ട്. പക്ഷെ അതിതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പം ഇവിടെ വന്ന് താമസിക്കാൻ 4 വർഷമായി. ഈ പ്രാവശ്യമാണ് അത് പറ്റിയത്. കുറുപ്പേട്ടനായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് ഇങ്ങനെയൊക്കെ ആയത്. നമ്മുടെ വിജയരാഘ കുറുപ്പേട്ടൻ്റെ നമ്മുടെ
യേശുദാസ് എന്നൊക്കെ പറയുന്ന പോലെ ഓണാട്ടുകരയ്ക്കൊരു വലിയ സംഭവമാണ്, അനുഗ്രഹമാണ് പുള്ളിക്കാരൻ. പിന്നെ ഈ പ്രാവശ്യത്തെ പാലാഴിയിലെ കുത്തിയോട്ടത്തിലേക്ക് അമ്പലം ചെയ്തത് ഞാനാണ്. അതും കുറുപ്പിയേട്ടൻ പറഞ്ഞിട്ടാണ് ചെയ്തത്. അതും നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത, സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ്. കാരണം ചേട്ടന്റെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ദേവി ഒന്ന് വലിയൊരു അനുഗ്രഹമാണ്. അതെ, തീർച്ചയായിട്ടും. എന്താ അവസ്ഥ നമുക്ക് നോക്കാം, തിളച്ചോ ഇല്ലയോ നോക്കാം. കൈ മുഴുവനായിട്ട് സൂക്ഷിച്ചു. തിള വന്നു തുടങ്ങി. ഇളക്കാം. അപ്പൊ നമ്മുടെ കൊഞ്ചുമാങ്ങ ഏകദേശം പാകമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കൂട്ടായ പ്രവർത്തനമായിരുന്നു. നമ്മുടെ ചേച്ചി ചെയ്തു തുടങ്ങിയെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് അമ്മ വന്നു, അച്ഛൻ വന്നു, എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഒരു അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയേക്കാം. അപ്പൊ നമുക്ക് അത് മൂടി പോക്കാം. ഓക്കെ, പൊക്കിയപ്പോൾ തന്നെ നല്ലൊരു മണം അടിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കൊഞ്ചുമാങ്ങ ഏകദേശം പാകമായിട്ടുണ്ട്. ചേച്ചി ഇനി ചേച്ചി അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി, കാരണം ഞാനിത് കഴിക്കാൻ ഇങ്ങനെ പൊടിയായിട്ട് വിളിക്കുകയാണേ. എനിക്ക് വെളിച്ചെണ്ണ കളിക്കണം. പറയണേ ചേച്ചി, ഞാൻ ഒഴിച്ചു തരാം. നീ വെളിച്ചെണ്ണയും കരിവേപ്പിലയും തൂക്കി നമ്മൾ ഇറക്കുക. കഴിഞ്ഞു, ഇത് വെന്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഈ സമയത്ത് ഒഴിക്കാവുന്നതാണ്. ഒഴിക്കാം. നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ ഇതിനിടയ്ക്ക് നമ്മൾ കുക്കിയിട്ട് നമ്മുടെ ടേസ്റ്റ് ഒക്കെ നോക്കാം. നമ്മൾ എരു പാകത്തിനാണോ, ഉപ്പ് അല്ലേ, അതൊക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കായിരുന്നു. നമ്മൾ ഇച്ചിരി ആവശ്യത്തിനാകുമ്പോൾ പറയണേ. ഇത് മൊത്തം കഴിക്കാൻ കുഴപ്പമില്ല. നമ്മുടെ കൊഞ്ച് കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വെളിച്ചെണ്ണയൊക്കെ ചേർക്കുന്നത്. ഇനി എന്താ കറിവേപ്പില. ബാക്കി നമ്മുടെ കറിവേപ്പില നമ്മൾ ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ടിരുന്നു. ഇത് അവസാന ഭാഗത്തേക്ക് ഉള്ളത് ചേർക്കുക. ഇനി അത് ഇളക്കി കൊടുക്കണമായിരിക്കും അല്ലേ? ഇനി ഒന്ന് അതെ, ഇവിടെ അച്ഛൻ പറയുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്ത് അതിന്റെ അവസാന ഭാഗം വെക്കുമ്പോൾ ഒരു പങ്ക് അഗ്നിക്കുള്ളതാണ്. ചെടി പറഞ്ഞ് ഒഴിഞ്ഞൊന്നും കൊടുക്കണമെന്ന് പറയാം. അപ്പം നമ്മുടെ കൊഞ്ചുമാങ്ങ റെഡി. ഇനി ടേസ്റ്റ് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച്, കാരണം ഈ കറിവേപ്പിലയുടെ ആ ടേസ്റ്റ് ഒക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി. ഓക്കെ. അപ്പോൾ നമ്മൾ ചെട്ടികുളങ്ങര കുംഭഭരണി നാളിൽ തന്നെ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ട് ഭഗവതിക്ക് ആദ്യം സമർപ്പിക്കുക എന്നതാണ് ആദ്യ ചടങ്ങ്. അപ്പോൾ അമ്മയ്ക്കുള്ളത് മക്കള്, നമ്മുടെ ഇവിടുത്തെ 2 കുഞ്ഞു മക്കളുണ്ട്, അവരാണ് അമ്മയ്ക്ക് സമർപ്പിക്കുന്നത് അല്ലേ. ഇത് പൊലിക്കണേന്ന് ഇവിടുന്ന് അമ്മ പറയുന്നു കൊടുക്കുന്നത്. പൊലിയെന്ന് വെച്ചാൽ വർദ്ധിച്ച് വരണേ, എല്ലാവർക്കും തികയണേ, എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവണേ എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. കൈ പിടിച്ചേർന്നു. വരും കാലങ്ങളിലെ എല്ലാം ഇതുപോലുള്ള ഈ ചടങ്ങ് നടത്തുവാനായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ദേവിയുടെ നാമത്തില്. അപ്പോൾ അമ്മയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞു മക്കൾ 2 പേരും കൂടെ ഇവിടുത്തെ ഈ വീട്ടിലെ പൂജാമറിയിലേക്ക് ചെട്ടികുളങ്ങര അമ്മയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ കൊഞ്ചുമാങ്ങ റെഡിയായി. അപ്പൊ നമ്മുടെ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുക. കൈ കൊള്ളുമോ? അപ്പൊ പിടിക്കാം, നമ്മൾ പിടിക്കാം. അപ്പൊ നമ്മുടെ കൊഞ്ചുമാങ്ങ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, എനിക്ക് ഇച്ചിരി വീട്ടിൽ കൊണ്ടുവന്ന് തരണം കേട്ടോ. ഞാൻ ആദ്യമേ ചോദിക്കുവാണേ, വീട്ടിലൊരാളും കൊണ്ട് എന്നോട് പറഞ്ഞു ഇച്ചിരി തരണം. അപ്പൊ നമ്മുടെ കൊഞ്ചുമാങ്ങ റെഡി ആയിട്ടുണ്ട്. നമുക്ക് 3 പേർ കൂടി കഴിക്കാം. ഇച്ചിരി ടേസ്റ്റ്. കൈ കൊള്ളല്ലോ മക്കളെ കേട്ടാ. ചൂടുണ്ട്, ഊതിയിട്ടെടുക്കണം കേട്ടോ. നല്ല ചൂടുണ്ട്, ഇലയിലാണ്.
ചൂടുമുണ്ട്, അടിപൊളി അല്ലേ? ഇഷ്ടപ്പെട്ടോ? അമ്മ വെച്ചത് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമുണ്ട്, അമ്മ എപ്പോഴും ഉണ്ടാക്കി തരും. അപ്പോൾ അടിപൊളി, ഒന്നും പറയില്ല. ഓണാട്ടുകരയുടെ ഒരു വല്ലാത്തൊരു രുചി തന്നെയാണ് നമ്മുടെ കുഞ്ചുമാങ്ങ. അപ്പോൾ സൂപ്പർ ചേച്ചി, താങ്ക് യു കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനൊരു വലിയൊരു പ്രസാദം തന്നെ അത് തന്നതിന്. അപ്പം ഇത് കണ്ടിട്ട് ഇനി എല്ലാവരും കുഞ്ചുമാങ്ങ വീടുകളിൽ ഉണ്ടാക്കട്ടെ. എല്ലാ കുംഭഭരണി നാളിൽ വെക്കുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റാന്ന് ചേച്ചി പറഞ്ഞു. അപ്പം ആ രുചിക്കൂട്ട് എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവട്ടെ, ഐശ്വര്യം ഉണ്ടാവട്ടെ. എല്ലാവർക്കും ആശംസകൾ.